നമസ്കാരം, ഞാൻ ഉന്മേഷ് വരാമൻ. 24 റൗണ്ടപ്പിലേക്ക് വിശദമായി. ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും നേർക്കുനേർ. ഹിന്ദുക്കൾ എന്ന പേരിൽ ചിലർ അക്രമം നടത്തുന്നുവെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. പ്രസംഗത്തിൽ ഇടപെട്ട നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി ഹിന്ദുക്കളെ അക്രമികളായി ചിത്രീകരിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തി. കരുതിക്കൂട്ടിയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വരവ്. പരമശിവന്റെയും ഗുരുനാനാക്കിന്റെയും ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടിയും ഖുറാൻ ഉദ്ധരിച്ചും രാഹുൽ BJPയെ കടന്നാക്രമിച്ചു. തൃശൂലം ഹിംസയുടെ ചിഹ്നമല്ലെന്ന് പറഞ്ഞ രാഹുൽ ഹിന്ദുക്കളുടെ പേരിൽ ചിലർ അക്രമം നടത്തുകയാണെന്ന് കുറ്റപ്പെടുത്തി. ഹിന്ദു അക്രമകാരിയല്ല, വെറുപ്പ് പ്രചരിപ്പിക്കില്ലെന്നും രാഹുൽ. शिवजी कहते हैं डरो मत, डराओ मत, अभय मुद्रा दिखाते हैं, अहिंसा की बात करते हैं, त्रिशूल को जमीन में गाड़ देते हैं, और जो लोग अपने आप को हिंदू कहते हैं वो 24 घंटा हिंसा हिंसा हिंसा, नफरत नफरत नफरत, असत्य सत्य असत्य। आप हिंदू हो ही नहीं। हिंदू धर्म में साफ लिखा है सत्य के साथ खड़ा होना चाहिए, सत्य से पीछे नहीं हटना चाहिए. BJP അംഗങ്ങൾ ബഹളം വെച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ ഇടപെട്ടു. ഹിന്ദുക്കളെ അക്രമികളായി ചിത്രീകരിക്കുന്നതിൽ വിഷമമെന്ന് മോദി. ये विषय बहुत गंभीर है. पूरे हिंदू समाज को हिंसक कहना ये गंभीर विषय है. രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. इस देश में शायद इनको मालूम नहीं है, करोड़ों लोग अपने आप को गर्व से हिंदू कहते हैं. क्या वो सभी लोग हिंसा की बात करते हैं, हिंसा करते हैं? हिंसा की भावना को किसी धर्म के साथ जोड़ना, और ये सदन में और संवैधानिक पद पर बैठे हुए व्यक्ति ने, मैं मानता हूं मान्यवर, उन्होंने इसकी माफी मांगनी चाहिए. പ്രധാനമന്ത്രിയെ ബഹുമാനിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള രാഹുൽ ഗാന്ധിയെ ഓർമ്മിപ്പിച്ചു. सदस्यगण, आप वरिष्ठ नेता हैं, सदन के नेता होते माननीय प्रधानमंत्री जी, और हम सबको माननीय प्रधानमंत्री जी का सम्मान करना चाहिए. ये सदन में हमेशा उच्च कोटि की परंपरा मर्यादा रही है. BJP എന്നാൽ ഹിന്ദുക്കളല്ലെന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി പ്രസംഗം തുടർന്നു. മണിപ്പൂർ, നീറ്റ് വിവാദം, കർഷക സമരം തുടങ്ങി കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും പരാമർശം. അഗ്നിവീർ പദ്ധതി എന്നാൽ ഉപയോഗിച്ച ശേഷം ഒഴിവാക്കുക എന്ന സമീപനമെന്ന രാഹുൽ ഗാന്ധിയുടെ വിമർശനത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇടപെട്ടു. രാഹുൽ തെറ്റിദ്ധാരണ പരത്തുകയാണെന്നും പരാമർശം സഭാരേഖയിൽ നിന്ന് നീക്കണമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് 24. രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നതിനിടെ മൈക്ക് ഓഫാക്കുന്നതിനെ ചൊല്ലി പാർലമെന്റിൽ ബഹളം. താൻ സംസാരിക്കുമ്പോൾ മൈക്ക് ഓഫ് ചെയ്യുന്നുവെന്നും ആരാണ് മൈക്ക് കൈകാര്യം ചെയ്യുന്നത് എന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു. ചെയറിന്റെ നിർദ്ദേശപ്രകാരമാണ് മൈക്കിന്റെ നിയന്ത്രണമെന്നും തന്റെ കയ്യിൽ സ്വിച്ച് ഇല്ലെന്നും സ്പീക്കർ ഓം ബിർള പ്രതികരിച്ചു. മൈക്കാണ് പാർലമെന്റിൽ താരം. ഭരണ പ്രതിപക്ഷ നിരകൾ പല വിഷയങ്ങളിലും കൊമ്പുകോർക്കുമ്പോൾ കാര്യങ്ങൾ ഉച്ചത്തിൽ പറയാൻ മൈക്ക് കൂടിയേ തീരൂ. രാഹുൽ ഗാന്ധി ചില കാര്യങ്ങൾ പറയുമ്പോൾ മൈക്ക് ഓഫ് ആവുന്നെന്ന പരാതി പ്രതിപക്ഷത്തിനുണ്ട്. കഴിഞ്ഞ ദിവസം നീറ്റ് വിഷയം ഉന്നയിക്കുന്നതിനിടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ മൈക്ക് ഓഫ് ചെയ്തെന്ന് പരാതിയുണ്ടായിരുന്നു. ആരോപണം സ്പീക്കർ ഓം ബിർള നിഷേധിച്ചു. രണ്ടാം ദിവസവും മൈക്ക് ഓഫായതിൽ രാഹുൽ ഗാന്ധി പരാതിപ്പെട്ടു. सर, मेरा सवाल है सर, इस माइक का कंट्रोलर किसके हाथ में? मेरे भाषण के बीच में सच्चाई है कि माइक ऑफ हो जाता है. मैं क्या करूं, हो जाता है वो. अब आपने देखा मैंने अयोध्या शब्द यूज किया और माइक ऑफ हो गया. नो. ആരോപണം വീണ്ടും സ്പീക്കർ നിഷേധിച്ചു. പ്രസംഗിക്കാൻ ഒരംഗത്തെ ചെയർ ക്ഷണിച്ചാൽ മൈക്ക് നൽകും. എന്നാൽ മൈക്ക് നിയന്ത്രിക്കാൻ സ്വിച്ചോ റിമോട്ട് കൺട്രോളോ തന്റെ പക്കലില്ലെന്ന് സ്പീക്കർ വ്യക്തമാക്കി. बोलने के लिए खड़े, आपका माइक कभी बंद नहीं हुआ, कभी बंद नहीं हुआ. आप अगर आसन में जो भी विराज रहे हैं वो अगर आपका नाम नहीं पुकारते हैं तब माइक चालू नहीं होता. ये व्यवस्था हमेशा इस सदन की रही है, पुराने में भी और नए में भी. कभी आसन पे व्यक्ति पर माइक का कंट्रोल नहीं होता. സ്പീക്കറുടെ അഭാവത്തിൽ സഭ നിയന്ത്രിക്കുന്ന പാനലിൽ അംഗമായിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ് ഈ വിഷയം ഉന്നയിച്ചതിലും ഓം ബിർള അതൃപ്തി രേഖപ്പെടുത്തി. കഴിഞ്ഞ ലോക്സഭയിലും മൈക്ക് ഓഫ് ചെയ്യുന്നുവെന്ന പരാതി രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഉന്നയിച്ചിട്ടുണ്ട്. 24 ഡൽഹി.
ഭരണപക്ഷത്തെ കരുത്തർ ഇടപെട്ടിട്ടും തെല്ലും പതറാതെയാണ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ഇന്ന് കത്തിക്കയറിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വിമർശനങ്ങളും പരിഹാസവും രാഹുലിന്റെ വാക്കുകളിൽ നിറഞ്ഞു നിന്നു. അംഗബലത്തിനൊപ്പം ആത്മവിശ്വാസവും കൂടിയ പ്രതിപക്ഷം ലോക്സഭയിൽ ഇന്ന് കരുത്തുകാട്ടുകയായിരുന്നു. ഭരണപക്ഷം ഒച്ചവെക്കുമ്പോൾ മിണ്ടാതെ നിൽക്കുന്ന രാഹുൽ ഗാന്ധിയെയല്ല ഇന്ന് ലോക്സഭയിൽ കണ്ടത്. തുടക്കം മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും പ്രകോപിപ്പിക്കുന്നതായിരുന്നു പ്രസംഗം. അയോധ്യയിൽ നിന്ന് തുടങ്ങാമെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ NDA സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയ അവധേഷ് പ്രസാദിന് കൈകൊടുത്തു. അയോധ്യയിൽ മത്സരിക്കാൻ നരേന്ദ്രമോദി സർവേ നടത്തിയെങ്കിലും തോൽവി ഭയന്ന് പിന്മാറിയെന്ന ആരോപണം. 3 बार नरेंद्र मोदी ने टेस्ट किया, 2 बार क्या मैं अयोध्या से लड़ जाऊं, और सर्वेयर्स ने कहा अयोध्या में मत लड़ जाना, अयोध्या में मत लड़ जाना, अयोध्या की जनता हरा देगी. और इसीलिए प्रधानमंत्री वाराणसी गए और वहां बच के निकले. ഗാന്ധിജിയെ ലോകമറിഞ്ഞത് സിനിമയിലൂടെയാണെന്നും തന്നെ ദൈവം നിയോഗിച്ചതാണെന്നുമുള്ള പ്രധാനമന്ത്രിയുടെ പ്രസ്താവനകളെ പരിഹസിച്ചു. ഒരു ദിവസം രാത്രി 8 മണിക്ക് പ്രധാനമന്ത്രിക്ക് ഭഗവാന്റെ സന്ദേശം വന്നു. നോട്ട് നിരോധിച്ചു. ചിലപ്പോൾ അദാനിയിൽ നിന്ന് പ്രധാനമന്ത്രിക്ക് സന്ദേശം ലഭിക്കാറുണ്ടെന്ന് രാഹുൽ. भगवान का मैसेज आया होगा, मोदी जी नोटबंदी कर दीजिए. नोटबंदी कर दिया, डायरेक्ट ऊपर से आया मैसेज, ऑर्डर आया खटाक. और अलग अलग ऑर्डर आते हैं. अदानी जी वाला ऑर्डर आता है, बंबई एयरपोर्ट अदानी जी को ऊपर से ऑर्डर आता है, खटाखट ऑर्डर आते हैं. പ്രധാനമന്ത്രിയെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞ സ്പീക്കർ ഓം ബിർളയെയും രാഹുൽ വെറുതെ വിട്ടില്ല. തനിക്ക് നിവർന്നു നിന്ന് ഹസ്തദാനം നൽകിയ സ്പീക്കർ പ്രധാനമന്ത്രിക്ക് മുന്നിൽ കുമ്പിടുന്നത് കണ്ടെന്ന് പരിഹാസം. പാർലമെന്റ് ചട്ടങ്ങളുടെ പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്ന് സ്പീക്കർ. പുസ്തകത്തിലെ മറ്റു ചില ചട്ടങ്ങൾ സ്പീക്കറെ വായിച്ചു കേൾപ്പിച്ച ഹൈബീഡൻ അടക്കമുള്ളവരുടെ മറുപടി. Sir, 3492 while house in sitting a member shall not interrupt any member while speaking by disorderly expression or noises or any other disorderly manner. നരേന്ദ്രമോദി 2 തവണയും അമിത്ഷാ 5 തവണയും രാജ്നാഥ് സിംഗ്, ഭൂപേന്ദ്ര യാദവ് എന്നിവർ 5 തവണയും രാഹുലിന്റെ പ്രസംഗത്തിൽ ഇടപെട്ടു. കിരൺ റിജിജു, ശിവരാജ് സിംഗ് ചൌഹാൻ തുടങ്ങിയവരും രാഹുലിനെ നേരിടാനുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് 24. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ പ്രതിഷേധം. ചോദ്യപേപ്പർ കച്ചവടച്ചരക്കാക്കിയെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. കലാലയങ്ങളെ RSS പിടിയിലാക്കിയെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്യസഭയിൽ പറഞ്ഞു. നന്ദിപ്രമേയ ചർച്ചയ്ക്ക് ശേഷം വിഷയം പരിഗണിക്കാമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. പാർലമെന്റിൽ ഇരുസഭകളും ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ചർച്ച ആവശ്യപ്പെട്ടു. പിന്നാലെ പ്രതിഷേധം. വിദ്യാർത്ഥികൾക്കൊപ്പമാണെന്ന സന്ദേശമാണ് പാർലമെന്റ് നൽകേണ്ടതെന്ന് രാഹുൽ ഗാന്ധി. നീറ്റ് പരീക്ഷ പാസ്സായാലും പണമില്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ പോകാനാകില്ലെന്നും വിമർശനം. नीट में एक स्टूडेंट टॉपर हो सकता है, एक्सीलेंट स्टूडेंट हो सकता है, मगर अगर उसके पास पैसा नहीं है मेडिकल कॉलेज में नहीं जा सकता. सिंपल सी बात. രാജ്യസഭയിൽ വിഷയമുയർത്തിയത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ. എല്ലാ ബിരുദങ്ങളും സംശയത്തിന്റെ നിഴലിലെന്ന വിമർശനം. प्रधानमंत्री जी ने ढेरों चुनावी सभाओं में कहा कि पिछले 10 साल तो बस ट्रेलर था, अभी असली पिक्चर बाकी है. अभी प्रधानमंत्री जी की पिक्चर कैसी होने वाली है इसका पिछले 1 महीने से अंदाजा लगा है. RSSനെ ചൊല്ലിയുള്ള വിഷയത്തിൽ മല്ലികാർജ്ജുന ഖാർഗെയും രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻഖറും ഏറ്റുമുട്ടി. നന്ദിപ്രമേയ ചർച്ചയ്ക്ക് ശേഷം നീറ്റ് വിഷയം പരിഗണിക്കാമെന്ന് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് നിലപാട് അറിയിച്ചു. വരുന്ന ദിവസങ്ങളിലും നീറ്റ് വിഷയത്തിൽ പിടിമുറുക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അതിനിടെ സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം 1563 വിദ്യാർത്ഥികൾക്കായി നടത്തിയ പുനഃപരീക്ഷയുടെ ഫലം പുറത്തുവന്നു. 813 വിദ്യാർത്ഥികളാണ് പുനഃപരീക്ഷ എഴുതിയത്. 24 ഡൽഹി. 24 റൗണ്ടപ്പിലേക്ക് തിരികെ. CPIM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിക്കും മേയർ ആര്യ രാജേന്ദ്രനും രൂക്ഷ വിമർശനം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പാർട്ടി പ്രവർത്തകർക്കും സാധാരണക്കാർക്കും പ്രവേശന വിലക്കെന്ന് കുറ്റപ്പെടുത്തൽ. പാർട്ടി നേതൃത്വം മാധ്യമങ്ങളെ ശത്രുപക്ഷത്താക്കിയെന്നും അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. മേയർക്ക് അന്ത്യശാസനം നൽകാനും ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ധാരണയായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽവിയിലേക്ക് നയിച്ച സകല കാര്യങ്ങളെയും CPIM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഇഴകീറി വിമർശിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പാർട്ടി പ്രവർത്തകർക്ക് പ്രവേശനമില്ല.
സാധാരണ മനുഷ്യർക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവേശന വിലക്ക്. മുൻപ് പാർട്ടി നേതാക്കൾക്ക് മുഖ്യമന്ത്രിയെ കാണാമായിരുന്നു. ഇപ്പോൾ അതിനും സാധിക്കില്ല. മുഖ്യമന്ത്രി പാർട്ടി പ്രവർത്തകരുടെ മുന്നിൽ ഇരുമ്പുമറ തീർക്കുന്നത് എന്തിനെന്നും ചോദ്യമുയർന്നു. മാധ്യമങ്ങളെ എതിരാക്കിയതിലും വിമർശനമുണ്ടായി. എല്ലാ മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും പാർട്ടി വിരുദ്ധരല്ല. പക്ഷേ നേതൃത്വം ഏകപക്ഷീയമായി മാധ്യമങ്ങളെ എതിരാക്കി. മാധ്യമങ്ങളെ ശരിയായ രീതിയിൽ അഭിമുഖീകരിക്കണമെന്നും മുതിർന്ന നേതാക്കൾ അഭിപ്രായപ്പെട്ടു. മേയറെ മാറ്റിയില്ലെങ്കിൽ കോർപ്പറേഷൻ ഭരണം നഷ്ടമാകുമെന്ന ആശങ്കയും ഉയർന്നു. തെറ്റുതിരുത്താൻ മേയർക്ക് ഒരവസരം കൂടി നൽകും. ഉന്നത നേതൃത്വവുമായി അടുത്ത ബന്ധം പുലർത്തുന്നതുകൊണ്ടാണ് മേയറെ സംരക്ഷിക്കുന്നതെന്ന വിമർശനവും പാർട്ടിയിലുണ്ട്. ന്യൂനപക്ഷത്തോടുള്ള പാർട്ടിയുടെ സമീപനത്തെ ചൊല്ലി സെക്രട്ടറിയും അംഗങ്ങളും തമ്മിൽ വാഗ്വാദവും ഉണ്ടായി. തലസ്ഥാനത്തെ ഒരു മുതലാളിക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ സ്വാധീനമുണ്ടെന്നാരോപിച്ച ജില്ലാ കമ്മിറ്റി അംഗം കരമന ഹരിയോട് സംസ്ഥാന നേതൃത്വം വിശദീകരണം തേടി. കടകംപള്ളി സുരേന്ദ്രനെതിരെയുള്ള തർക്കത്തിൽ മന്ത്രി PA മുഹമ്മദ് റിയാസിനെതിരെയും ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനമുയർന്നു. 24 തിരുവനന്തപുരം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിന്റെ പേരിൽ CPIM-നെ ED വേട്ടയാടുകയാണെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CPIM ഓഫീസുകൾക്ക് സ്വന്തമായി ഭൂമിയും കെട്ടിടവുമുണ്ട്. ഓഫീസുകൾ കണ്ടുകെട്ടാൻ ആർക്കും കഴിയില്ല. ED നടപടിയെ നിയമപരമായി നേരിടുമെന്നും MV ഗോവിന്ദൻ. എത്രയോ വർഷക്കാലമായിട്ടൊരു അക്കൗണ്ടാണ്, കൃത്യമായ ഗവൺമെന്റിന് കണക്ക് കൊടുത്തതാണ്, ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത കണക്കിൽ വ്യക്തമാക്കിയതാണ്. ഒറ്റ പാൻ കാർഡിലാണ് ഞങ്ങളുടെ എല്ലാ അക്കൗണ്ടും. ആ അക്കൗണ്ടിന്റെ പാൻ നമ്പറിൽ ഒരു അക്ഷരം മാറ്റിയിട്ടാണ് അവർ ഈ കളി മുഴുവൻ കളിച്ചത്. ഞങ്ങൾക്ക് തെറ്റിപ്പോയി എന്ന് ബാങ്ക് പറഞ്ഞു. ആ തെറ്റിന്റെ ഭാഗമായിട്ടാണ് ഈ നമ്പർ ഇങ്ങനെ വ്യത്യാസം വന്നത് എന്ന് കൊള്ളാൻ ED ചെയ്യാറില്ല, IT ചെയ്യാറില്ല. അത് ഞങ്ങൾ കേസ് കൊടുത്തിരിക്കുകയാണ്. നല്ല നിയമയുദ്ധം തന്നെ നടത്തേണ്ടി വരും. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സ്വത്തുക്കൾ കണ്ടുകെട്ടി ED നടപടി സ്ഥിരീകരിച്ച് CPIM. പുറത്തശ്ശേരി ലോക്കൽ കമ്മിറ്റി ഓഫീസിനായി വാങ്ങിയ 4.66 സെന്റ് ഭൂമി കണ്ടുകെട്ടിയെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ്. 2 സ്ഥിര നിക്ഷേപങ്ങളും ചില അക്കൗണ്ടും മരവിപ്പിച്ചെന്നും വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വയനാട് ലോക്സഭാ സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുൻപ് പ്രിയങ്ക ഗാന്ധിക്കായി കൂറ്റൻ കട്ടൌട്ട്. കോഴിക്കോട് മുക്കത്താണ് യൂത്ത് ലീഗ് പ്രവർത്തകർ കട്ടൌട്ട് സ്ഥാപിച്ചത്. സമീർ C. മുഹമ്മദ് വിവരങ്ങളുമായി. സമീർ, വിശദാംശങ്ങൾ. ഉന്മേഷ്, ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് നീങ്ങും മുമ്പ് തന്നെ ഒരു പടി കൂടി കടന്നുകൊണ്ട് പ്രചാരണം ആരംഭിച്ചിരിക്കുകയാണ് ഇവിടുത്തെ പ്രവർത്തകർ. ഇതിൽ പ്രധാനമായും വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കും എന്ന് ഉറപ്പായ സാഹചര്യത്തിലാണ് പ്രവർത്തകർ പ്രചാരണം തുടങ്ങിയിരിക്കുന്നത്. മുക്കം നഗരസഭയിലെ ആലന്തറ അങ്ങാടിയിലാണ് യൂത്ത് ലീഗ് ആലന്തറ ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂറ്റൻ കട്ടൌട്ട് സ്ഥാപിച്ചിരിക്കുന്നത്. 26 അടി ഉയരമുള്ള കൂറ്റൻ കട്ടൌട്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത്. 15ഓളം പ്രവർത്തകർ 4 ദിവസം എടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കട്ടൌട്ട് സ്ഥാപിച്ചിരിക്കുന്നത്. സമീർ C. മുഹമ്മദ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. തിരുവനന്തപുരം വെൺപാലവട്ടം മേൽപ്പാലത്തിൽ നിന്ന് സ്കൂട്ടർ താഴേക്ക് വീണ് ഒരു മരണം. വെള്ളാർ സ്വദേശി സിമിയാണ് മരിച്ചത്. 3 വയസ്സുള്ള കുഞ്ഞുൾപ്പെടെ 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. മേൽപ്പാലത്തിൽ നിന്ന് താഴേക്ക് വീണാണ് അപകടമുണ്ടായത്. 3 വയസ്സുള്ള കുഞ്ഞുൾപ്പെടെ 3 പേരായിരുന്നു സ്കൂട്ടറിലുണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് അപകടം. കോവളം വെള്ളാർ സ്വദേശിനികളായ സിനിയുടെ മകൾ ശിവന്യ എന്നിവരായിരുന്നു വണ്ടിയിലുണ്ടായിരുന്നത്. മേൽപ്പാലത്തിൻ്റെ ഭിത്തിയിലിടിച്ച് 3 പേരും താഴേക്ക് തെറിച്ചു വീണു. വാഹനം മുകളിൽ തന്നെ മറിഞ്ഞുകിടന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും 35-കാരിയായ സിമി മരിച്ചു. മറ്റു 2 പേരും തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. അപകടം എങ്ങനെയാണ് ഉണ്ടായതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അമിത വേഗതയാണോ അപകട കാരണമെന്ന് പോലീസ് പരിശോധിക്കുന്നു. 24 തിരുവനന്തപുരം. മുംബൈ ബുഷി ഡാമിന് സമീപം ഒഴുക്കിൽപ്പെട്ട ഒരു കുട്ടിയുടെ മൃതദേഹം കൂടി കണ്ടെത്തി. ഇതോടെ മരണസംഖ്യ 4 ആയി. കാണാതായ 4 വയസ്സുകാരന് വേണ്ടി തെരച്ചിൽ തുടരുകയാണ്. വെള്ളത്തിലിറങ്ങും മുമ്പ് അഴിച്ചുവെച്ച കുഞ്ഞു ചെരുപ്പുകൾ ഇപ്പോഴും ദുരന്ത മേഖലയിൽ നോവായി കിടപ്പുണ്ട്. മഴവെള്ളം കുത്തിയൊലിച്ചെത്തിയപ്പോൾ ആരൊക്കെയോ എറിഞ്ഞു നൽകാൻ ശ്രമിച്ച മരക്കൊമ്പുകളും കാണാം. മരണത്തെ മുഖാമുഖം കണ്ട് അലറിക്കരഞ്ഞ കുടുംബത്തിന്റെ ദാരുണ ദൃശ്യങ്ങൾ ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ കൺമുന്നിൽ മിന്നിമാറും. വെള്ളത്തിൽ ഒലിച്ചുപോയതിൽ 5 പേരെയാണ് കാണാതായത്. ബാക്കിയുള്ളവർ കരയ്ക്ക് കയറി. 5-ൽ 3 മൃതദേഹങ്ങൾ ഇന്നലെ കിട്ടി. 2 കുട്ടികളെയും ഒരു സ്ത്രീയെയും. ഇന്ന് രാവിലെ നടത്തിയ തെരച്ചിലിൽ 9 വയസ്സുകാരിയെയും കണ്ടെത്തി. നേവിയുടെ മുങ്ങൽ വിദഗ്ധരും പ്രദേശത്തെ സന്നദ്ധ പ്രവർത്തകരുമാണ് തെരച്ചിൽ നടത്തുന്നത്. വൻ ദുരന്തങ്ങളിലൊന്ന് നടന്ന മേഖലയാണെങ്കിലും ഇന്നും പ്രദേശത്ത് 100 കണക്കിന് വിനോദസഞ്ചാരികളാണ് എത്തുന്നത്. ഇത്രയും പേർ എത്തുമ്പോൾ അതിനാവശ്യമായ സുരക്ഷാ ബോർഡുകളോ ഉദ്യോഗസ്ഥരോ വിനോദസഞ്ചാര കേന്ദ്രത്തിലില്ല. ഡാമിലേക്ക് വെള്ളമെത്തുന്ന വൃഷ്ടി പ്രദേശങ്ങളിലേക്ക് ആളുകൾ യാതൊരു നിയന്ത്രണവുമില്ലാതെയാണ് പ്രവേശിക്കുന്നത്.
അങ്ങനെ പ്രവേശിച്ച 17-അംഗ സംഘമാണ് ഇന്നലെ അപകടത്തിലേക്ക് നടന്നു നീങ്ങിയതും. ബുഷി ഡാമിൽ ആദ്യമായല്ല മനുഷ്യജീവൻ പൊലിയുന്നത്. സമാനമായ അപകടങ്ങൾ ഇതിനു മുൻപും പലവട്ടം സംഭവിച്ചിട്ടുണ്ട്. അപകടങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ സുരക്ഷയൊരുക്കുന്ന കാര്യത്തിൽ മാപ്പർഹിക്കാത്ത കനത്ത അനാസ്ഥയുണ്ടാകുന്നുണ്ടെന്ന് വ്യക്തമാണ്. ലോണാവാലയിൽ നിന്നും വരുൺ വി നായർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. മഹാരാഷ്ട്രയിലെ പുനെയിൽ വെള്ളച്ചാട്ടത്തിലേക്ക് സാഹസികമായി ചാടിയ യുവാവ് ഒഴുക്കിൽപ്പെട്ടു മരിച്ചു. താമിനിഘട്ട് വെള്ളച്ചാട്ടത്തിലേക്ക് ചാടിയ വിമുക്ത ഭടൻ സ്വപ്നിൽ ദവാഡയാണ് മരിച്ചത്. ശനിയാഴ്ച 30-അംഗ ട്രെക്കിംഗ് സംഘത്തിനൊപ്പമാണ് സ്വപ്നിൽ താമിനിഘട്ടിലെത്തിയത്. സംഘത്തിലുണ്ടായിരുന്നവർ ഓരോരുത്തരായി വെള്ളച്ചാട്ടത്തിലേക്ക് ചാടുകയായിരുന്നു. എന്നാൽ സ്വപ്നിൽ ശക്തമായ ഒഴുക്കിൽപ്പെട്ടു. മഴ ശക്തമായതിനാൽ ട്രെക്കിങ്ങിന് വനംവകുപ്പ് വിലക്കേർപ്പെടുത്തിയിരുന്നു. 24 റൗണ്ടപ്പിലേക്ക് തിരികെ. കോഴിക്കോട് കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ കയ്യാങ്കളിയിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ഭാസ്കറിനെതിരെ പോലീസ് കേസെടുത്തു. SFI ഏരിയ പ്രസിഡന്റ് അഭിനവ് നൽകിയ പരാതിയിലാണ് കേസ്. വിവരങ്ങളുമായി ഇപ്പോൾ അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട്. അഭിജിത്ത്, വിവരങ്ങൾ. ഉന്മേഷ്, കൊയിലാണ്ടി ഗുരുദേവ കോളേജിൽ ബിരുദ വിദ്യാർത്ഥികളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട പ്രൊസീജിയർ നടന്നിരുന്നു. ഇതിനിടയിൽ ഹെൽപ്പ് ഡെസ്ക് രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് SFI പ്രവർത്തകർ പ്രിൻസിപ്പലിനെ സമീപിക്കുകയും പിന്നാലെ വാക്കേറ്റമുണ്ടാവുകയും അത് കയ്യാങ്കളിയിൽ കലാശിക്കുകയുമായിരുന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഇതിൽ SFI പ്രവർത്തകർ ആരോപിച്ചത് ഈ പ്രിൻസിപ്പൽ തങ്ങളെ മർദ്ദിച്ചു എന്നുള്ളതാണ്. അതിൽ SFI ഏരിയ പ്രസിഡന്റ് അഭിനവിന്റെ കർണപുടത്തിന് പരിക്ക് പറ്റുകയും അഭിനവ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു. ഈ അഭിനവ് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ഭാസ്കറിനെതിരെ കൊയിലാണ്ടി പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ കോളേജ് സ്റ്റാഫ് സെക്രട്ടറി രമേശിനെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൂടാതെ SFI പ്രവർത്തകർക്കെതിരെയും പോലീസ് നിലവിൽ കേസെടുത്തിട്ടുണ്ട്. ശരി അഭിജിത്ത്, SFI പ്രവർത്തകർക്കെതിരെയും പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. 4 വർഷ ബിരുദ പ്രോഗ്രാമുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ചടങ്ങിൽ അധ്യക്ഷയായി. പരിഷ്കരണത്തിൽ എതിർപ്പുമായി വിദ്യാർത്ഥി സംഘടനകൾ രംഗത്തെത്തി. വഴുതക്കാട് വിമൻസ് കോളേജിലായിരുന്നു 4 വർഷ ബിരുദ പ്രോഗ്രാമുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം. വിദ്യാർത്ഥികളുടെ അഭിരുചിക്കനുസരിച്ച് ഇനി പഠിക്കാമെന്ന് ഉദ്ഘാടനം നിർവഹിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. എല്ലാ വിദ്യാർത്ഥികളെയും ഒറ്റ അച്ചിൽ വാർത്തെടുക്കാതെ വിദ്യാർത്ഥികളുടെ താല്പര്യങ്ങൾക്കും അഭിരുചികൾക്കും അനുസൃതമായ രീതിയിൽ അവരുടെ കരിയറും കരിക്കുലവും സ്വയം ഡിസൈൻ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ സവിശേഷത. 1.5 വർഷക്കാലത്തെ പരിശ്രമത്തിന് ശേഷമാണ് 4 വർഷ ഡിഗ്രി എന്ന ലക്ഷ്യം കൈവരിക്കാനായതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. നമ്മുടെ എല്ലാ കലാലയങ്ങളിലും 4 ഇയർ UG പ്രോഗ്രാം ആരംഭിക്കുന്നതിന് 1.5 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന കഠിന പരിശ്രമങ്ങളാണ് സർവകലാശാലകളെയും കലാലയങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് നാം നടത്തിയിട്ടുള്ളത്. 4 വർഷ ബിരുദം നടപ്പിലാക്കുന്നത് മുന്നൊരുക്കങ്ങളില്ലാതെയെന്ന് KSU വിമർശിച്ചു. പാർട്ടി താല്പര്യങ്ങളും സ്വന്തക്കാർ, ഇഷ്ടക്കാർ, സ്വന്തം സംഘടനയിൽപ്പെട്ട അങ്ങനെ തീർത്തും വ്യക്തി താല്പര്യങ്ങളും പക്ഷപാതവും മാത്രം അരങ്ങേറുന്ന ഒരു കൂട്ടായ്മയായി സർവകലാശാലകളിലെ ബോർഡ് ഓഫ് സ്റ്റഡീസുകൾ മാറി. 4 വർഷ ബിരുദം നടപ്പാക്കുന്നത് വിദ്യാഭ്യാസ മേഖലയെ തകർക്കുമെന്ന് ആരോപിച്ച് ഉദ്ഘാടന വേദിക്ക് മുന്നിൽ ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ പ്രതിഷേധിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. 4 വർഷ ഡിഗ്രി കോഴ്സിനോട് സമ്മിശ്ര പ്രതികരണമാണ് വിദ്യാർത്ഥികളുടേത്. 4 വർഷം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ലൈഫിലേക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ആയി പോകുന്നത് പോലെ തോന്നുന്നു. ഓവറോൾ നല്ല ഇമ്പാക്റ്റ് ആണെങ്കിൽ നല്ല രീതിയിൽ സിലബസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ആണെങ്കിൽ ദാറ്റ്സ് എ ഗുഡ് തിങ്. ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി ഗവർണർക്കെതിരെ പരോക്ഷ വിമർശനം ഉന്നയിച്ചു. സർവകലാശാലകളുടെ സ്വയംഭരണത്തെ ക്ഷയിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നുവെന്നായിരുന്നു പരാമർശം. 24 തിരുവനന്തപുരം. ഇനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന നൽകിയ അപകീർത്തി കേസിൽ മേധാ പട്കർക്ക് തടവ് ശിക്ഷ 5 മാസം തടവും 10 ലക്ഷം രൂപ പിഴയുമാണ് ഡൽഹി സാഹിദ് കോടതി വിധിച്ചത്. വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് മേധാ പട്കർ. കർണാടക കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര് തുടരുന്നതിനിടെ സിദ്ധരാമയ്യ വിഭാഗത്തിലെ മന്ത്രിമാർക്ക് മുന്നറിയിപ്പുമായി DK ശിവകുമാർ. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന പ്രസ്താവനകൾ നടത്തിയാൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന് മുന്നറിയിപ്പ്. പത്തനംതിട്ടയിൽ വനംവകുപ്പിനെ വെല്ലുവിളിച്ച് CPIM പ്രവർത്തകർ പട്ടയഭൂമിയിൽ നിന്ന് മരം മുറിച്ചു. നിയമസഭയിൽ വനംവകുപ്പിനെതിരെ ആഞ്ഞടിച്ച് പീരുമേട് MLA വാടൂർ സോമൻ. വനംവകുപ്പ് ഉദ്യോഗസ്ഥ ജനങ്ങളെ ദ്രോഹിക്കുകയാണെന്ന് വിമർശനം. MLAക്ക് തെറ്റിദ്ധാരണ എന്നാണ് മന്ത്രി AK ശശീന്ദ്രന്റെ മറുപടി. സംസ്ഥാനത്ത് 3 ദിവസം ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട്.
സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം രൂക്ഷം. ദിവസേന പനി ബാധിച്ച് ചികിത്സ തേടുന്നവരുടെ എണ്ണം 10,000 കടന്നു. 6 മാസത്തിനിടെ മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചത് 27 പേർ. രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിലായി. ഭാരതീയ ന്യായ സംഹിത പ്രകാരം ആദ്യ കേസ് ഗ്വാളിയോറിൽ. പുതിയ ക്രിമിനൽ നിയമങ്ങൾ നീതി നിർവഹണം വേഗത്തിലാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പോലീസിന്റെ മാത്രമല്ല ഇരകളുടെയും പരാതിക്കാരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി. കോതമംഗലം പെരുമ്പാവൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം. എതിരെ വാഹനത്തിൽ വന്ന യുവാക്കൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. വാഹനത്തെ മറികടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പൂർത്തിയാകുന്നു.